ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെക്സ്റ്റ് പ്രോയിറ്റി. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. സോ നമ്മളിന്ന് ഒന്നുമില്ല, വിഷു ആയിട്ട് ബോറടിച്ച് നമ്മളിന്ന് കാർ വാഷിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രിപ്പ് പോകണം എന്നൊക്കെ ഉണ്ട്, എന്നാലും പൈസ എവിടുന്നാണ് ഗൈസ്? എന്തായാലും ആരും ഇവിടെ കാണാനൊന്നുമില്ല. ആരാ? എടാ, ഒരു റേഞ്ച് റോവർ അല്ലേ ഇത്? ഓ, ഇത് നമ്മുടെ ബൂമറാണല്ലോ. എന്തൊക്കെ എന്റെ മച്ചാനെ, സുഖല്ലേ? ഞാൻ പിന്നെ വണ്ടിയൊക്കെ എടുത്തു. റേഞ്ച് റോവർ സ്പോർട്ട് പുതിയ വണ്ടി ഇന്നലെ ഷോറൂമിൽ ഇറക്കിയുള്ളൂ. ഓ, അപ്പൊ നീ ഇത് പുതിയതായി ഇറക്കിയ വണ്ടിയാണല്ലോ. ആ ചെറിയ ഇത് പുതിയതായി എടുത്ത വണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഷോറൂമിൽ നിന്ന് എടുത്തേയുള്ളൂ. എടാ, നമുക്കൊരു റേഞ്ച് റോവർ ട്രിപ്പ് പോയാലോ? ഓക്കെ, എങ്ങോട്ട് പോണം? മുത്തേ, നമുക്ക് മൗണ്ടൈനിൽ ഓഫ് റോഡ് പിടിക്കാം. നിന്റെ വണ്ടി ഓഫ് റോഡിനൊക്കെ റെഡി തന്നെയല്ലേ? ഫുൾ സെറ്റ് ബ്രോ. ഓക്കേടാ, വാ. അപ്പോൾ ചേക്കൻ പറഞ്ഞത് ട്രിപ്പ് പോവാന്നാണ്, മൗണ്ടൈൻ ഓഫ് റോഡിലോട്ട് പോവാന്നാണ് ചേക്കൻ പറഞ്ഞേ. ഓക്കെ, എന്തായാലും റൂട്ട് സെറ്റ് ചെയ്യട്ടെ, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഇത് ചേക്കൻ പുതിയതായി ഇറക്കിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് ഇവിടുന്ന്. ഓക്കെ, അത്യാവശ്യം നല്ല ലോങ് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ലോങ്ങാണ്. എന്തായാലും ഞാൻ പോകുന്ന കുറച്ചൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ഇൻസ്റ്റ ചെക്ക് ചെയ്താൽ ഞാൻ റീൽസൊക്കെ കാണുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഈ CPMൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഹെഡ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെയൊക്കെ റീലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വരും. അപ്പം നമ്മുടെ ബൂമർ മച്ചനൊരു എഡിറ്ററാണ്. ഓക്കെ, അപ്പം ആള് നന്നായി എഡിറ്റ് ചെയ്യും. ആള് വണ്ടി ഡ്രിഫ്റ്റായി പോയി. അപ്പം എന്തായാലും എത്തിയിട്ട് കാണാം. അത്യാവശ്യം നല്ല ലോങ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം മൗണ്ടൈൻ എത്താനാകുമ്പോൾ നീ പോയി തുടങ്ങാം. മൗണ്ടൈനൊക്കെ എത്തി. ഓക്കെ, അപ്പം അത്യാവശ്യം ഞങ്ങൾ നല്ല സ്പീഡിൽ പറപ്പിച്ച കാരണം ഞങ്ങൾ എത്തി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് വരുന്ന വഴിക്ക് നൈസ് പണി കിട്ടി. അപ്പോൾ ഇനി അത് റിപ്പയർ ചെയ്യണം. ബൂമർ പുറകെ വരുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, എൻ്റെ വണ്ടിനേക്കാളും പവർ മച്ചാൻ്റെ വണ്ടിക്കാണ്. കാരണം മച്ചാൻ്റെ വണ്ടി എത്രയാ 663 HP, എൻ്റെ വണ്ടി 542 ആണ്. അപ്പോൾ മച്ചാൻ്റെ വണ്ടി എൻ്റെ വണ്ടീനേക്കാളും കുറച്ചും കൂടി പവർ കണ്ട പോകുന്നുണ്ടല്ലേ. എന്തായാലും ഞാനൊന്ന് റിപ്പയർ ചെയ്തിട്ട് വരാം. അപ്പോൾ മച്ചാൻ നേരെ അവിടേക്ക് വിട്ടിട്ടുണ്ട്. അല്ല, എൻ്റെ പുറകെ വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വിരിയിരിക്കും. എന്തായാലും ഞാനൊന്ന് റിപ്പയർ ചെയ്യട്ടെ. അവൻ്റെ ടയറൊക്കെ പക്കയല്ലേ ചെയ്തിട്ടെ. അപ്പോൾ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യാവുകയാണ്. എന്തായാലും നമുക്കെന്തായാലും പോവാം. മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല. ഈ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വരുന്നത് വളരെ കഠിനമായ ഓഫ് റോഡാണ്. നമ്മളത് കഠിനമായി കയറി തീർക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഫ് റോഡ് നമ്മുടെ ഡിഫൻഡർ കൊണ്ട് കയറാറില്ല. പക്ഷെ അതുപോലെയല്ല, വോഗും കൊണ്ട് കയറുമ്പോൾ ഈ ടഫ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ചെക്കൻ കയറുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾ വീൽ ഡ്രൈവും കൂടി ഇട്ടത് കാരണം അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കത്തിച്ച് കയറ്റാണ്. ചിലപ്പോൾ എനിക്കറിയില്ല. അയ്യോ, പിടിച്ചനെ ജസ്റ്റ് അപ്പോൾ മച്ചാൻ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഉണ്ടെന്നായിരുന്നു. അതായത് മച്ചാൻ വണ്ടി ഇന്നലെ ഡെലിവറി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റേഞ്ച് റോവർ സ്പോട്ടാണ് മച്ചാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് വോഗും. അപ്പോൾ സ്പോട്ടിന് കുറച്ചും കൂടി സ്പീഡും ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഒക്കെ കൂടുതൽ. ഈ വോഗ് എന്ന് വെച്ചാൽ ഒരു ലക്ഷറി കാർ സെഗ്മെൻ്റ് ആണ്. ഈ സ്പോട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അവിടെ ഒരു വലിയ വണ്ടി പോലെ അങ്ങനെയാണ്. ഓക്കെ, സംഭവം ഞാൻ സ്പോട്ട് എടുക്കാനാണ് നിന്നേ, പക്ഷേ വോഗ് എടുക്കാൻ വിജയിച്ചു. കാരണം എൻ്റെ മുമ്പൊരു സ്പോട്ട് ഉണ്ടായിരുന്നാണ്, അത് കൊടുത്തിട്ട്
പുതിയ മോഡൽ സ്പോട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ വോഗ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് വോഗ് എടുത്തത്. അങ്ങനെ നമ്മൾ ഓഫ് റോഡിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ വീട് ചെറുതാണ്, എനിക്ക് ക്ഷമിക്കണം. ഓക്കെ, പിന്നെ ബൂമർ മച്ചാൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൂമർ മച്ചാനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു എഡിറ്ററാണ്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ എടുത്ത് തീർക്കുക. മച്ചാൻ അവിടെ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കാൻ മതി. മച്ചാൻ അവിടെ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കുകയാണ്. അപ്പോൾ മച്ചാൻ ഇറങ്ങി. സോ വീഡിയോ ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ബൂമർ ആൻഡ് നെക്സ്റ്റ് റോ സൈനിങ് ഓഫ്.